പോകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 സൈക്കോളജിസ്റ്റുകളാണ് ഇത് വിശദീകരിച്ചത്, എബ്രഹാം മാസ്ലോവും കാൾ റോജേഴ്സ്. ഇനി നമുക്ക് ഇതിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്താണെന്ന് പഠിക്കാം ഇതിനകത്തുള്ളത്. അടിസ്ഥാന ആശയങ്ങൾ കോർ അസംഷൻസ്, അതായത് നമ്മൾ ഈ തിയറിക്കകത്ത് പഠിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ. പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ആശയങ്ങൾ, കോർ അസംഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ ഞാൻ മലയാളം പറയാം. ഒന്നാമത്തത്, ഹ്യൂമൻസ് ആർ ഇൻഹെറന്റലി ഗുഡ്. അതായത് എല്ലാ മനുഷ്യരും എന്നല്ല, ഒന്നുകൂടി പറയാമെന്ന് പറഞ്ഞത് എന്താണ്? ആദ്യത്തെ ഡെഫിനിഷൻ ആണോ? അതെ, നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ അതിന്റെ അത് വായിട്ടില്ലായിരുന്നു, റെക്കോർഡ് ചെയ്യാൻ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ തൊട്ട് പറയാം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഹ്യൂമാനിസ്റ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റിയെ കുറിച്ചാണ്. അതിന്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടി ഇംഗ്ലീഷിൽ പറയാം. ഹ്യൂമാനിസ്റ്റിക് തിയറി ഫോക്കസസ് ഓൺ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, അതുപോലെ ഫ്രീ വിൽ, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ്. ഇറ്റ് എംഫസൈസ് ദാറ്റ് ഹ്യൂമൻസ് ആർ ഇൻഹെറന്റലി ഗുഡ് ആൻഡ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് കോൺഷ്യസ് ചോയ്സ്. അതായത് ഇനി അതിന്റെ മലയാളത്തിലോട്ട് വരുമ്പോൾ, മാനവവാദ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കഴിവുകൾ, അതായത് പൊട്ടൻഷ്യൽ, സ്വാതന്ത്ര്യ ചൈതന്യം, ഫ്രീ വിൽ, പിന്നെ വ്യക്തിഗത വളർച്ച, പേഴ്സണൽ ഗ്രോത്ത്, അടുത്തത് സ്വയം സാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ, പേഴ്സണൽ ഗ്രോത്ത് വളർച്ച, വ്യക്തിഗത വളർച്ച, സ്വയം സാക്ഷാത്കാരം അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നിവയെ പ്രധാനമായി എടുത്ത് വിശദീകരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം. അതായത് ഹ്യൂമാനിസ്റ്റിക് തിയറിയുടെ ഡെഫിനിഷൻ ഇത്രയും കാര്യങ്ങളെ ചേർന്നതാണ്. അപ്പൊ അതിനകത്ത് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട ഈ തിയറി ഡെവലപ്പ് ചെയ്ത 2 സൈക്കോളജിസ്റ്റ് ആണ്. ഒന്നാമത്തെ ആളാണ് എബ്രഹാം മാസ്ലോ. രണ്ടാമത്തെ ആളാണ് കാൾ റോജേഴ്സ്. അത് സ്പെല്ലിംഗ് CARLROGERS, കാൾ റോജേഴ്സ്. എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സുമാണ് ഈ ഹ്യൂമാനിസ്റ്റിക് തിയറിയുടെ ഡെവലപ്പ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയാം. ഈ തിയറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. മലയാളത്തിൽ പറയുമ്പോൾ ഉപജ്ഞാതാക്കൾ. ഇനി നമ്മൾ പ്രധാന ആശയങ്ങളിലേക്ക് വരികയാണ്. ഇതിന്റെ കോർ അസംഷൻസ്, ഈ തിയറി കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്, ഹ്യൂമൻസ് ആർ ഇൻഹെറന്റലി ഗുഡ്. അതായത് മനുഷ്യർ ഇൻഹെറന്റലി ആൾക്കാരെന്താണ്? മനുഷ്യർ നല്ലവരാണ്. അതായത് മനുഷ്യന്റെ സ്വഭാവം നല്ലതാണ്, അകമേ അവർ നല്ല വ്യക്തികളാണ് എന്നാണ് ഇതിന് പറയുന്ന ഒന്നാമത്തെ ആശയം. ഹ്യൂമൻസ് ആർ ഇൻഹെറന്റലി ഗുഡ്, മനുഷ്യർ പൊതുവെ നല്ലതാണ്. അടുത്ത, ബിഹേവിയർ ഈസ് ഡ്രിവൺ ബൈ കോൺഷ്യസ് അവയർനെസ്. അതായത് ഓരോരുത്തരുടെയും സ്വഭാവം നിയന്ത്രിക്കപ്പെടുന്നത് ബോധമുള്ള ചിന്തകളാൽ ആണ്. അതായത് കോൺഷ്യസ് മൈൻഡ്, നമ്മൾ പഠിച്ചില്ലായിരുന്നോ കോൺഷ്യസ് സബ് കോൺഷ്യസ് എന്നൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ. അതായത് മനുഷ്യന്റെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം നിയന്ത്രിക്കപ്പെടുന്നത് അവന്റെ ബോധമുള്ള ചിന്തകളാൽ ആണ്. അതായത് ബിഹേവിയർ ഈസ് ഡ്രിവൺ ബൈ കോൺഷ്യസ് അവയർനെസ്. ആ കോൺഷ്യസ് അവയർനെസ് എന്ന് കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ബോധമുള്ള ചിന്തകളാൽ, കോൺഷ്യസ് അവയർനെസ്. അതായത് മനുഷ്യന്റെ പെരുമാറ്റം നിയന്ത്രിക്കപ്പെടുന്നത് അവന്റെ ബോധമുള്ള ചിന്തകളാലാണ്. അത് സത്യം, നമ്മളും ബോധമുള്ള ചിന്തകളാൽ നിൽക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ നമ്മളെ നല്ലയാണെന്ന്. അടുത്ത, ഫോക്കസ് ഓൺ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, നോട്ട് പാസ്റ്റ്. അതായത് നമ്മൾ എന്ത് കാര്യം ഫോക്കസ് ചെയ്യണം? നമ്മുടെ കഴിഞ്ഞത് കഴിഞ്ഞു പോയി. ഇനിയിപ്പൊ നമുക്ക് ആ കഴിഞ്ഞു പോയതിനെ പഴയതുപോലെ നമുക്ക് എന്തോ ചെയ്യാം, അതുപോലെ കൊണ്ടുവരുന്ന നമ്മൾ തെറ്റ് സംഭവിച്ചു പോയി, അല്ലെങ്കിൽ നമ്മൾക്ക് അതെല്ലാം കഴിഞ്ഞു പോയി. അത് നോക്കിയിരുന്ന് വിഷമിക്കാതെ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ഇപ്പോഴുള്ള കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ വരാൻ പോകുന്ന കാര്യം നേരെ ചെയ്യാനായിട്ട് നമ്മൾ
ഫോക്കസ് ചെയ്യും. ഫോക്കസ്. ഫോക്കസ് ചെയ്യണം. പഴയതിനെ ഓർത്തിനി നമ്മൾ തന്നെ പറയുന്നത് തന്നെയാണ്, പഴയതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതാണ് അതിന്റെ പ്രധാന ആശയം. അതായത് പ്രസന്റ് മൊമെന്റിൽ ഹാപ്പി ആയിരിക്കുക, വരാനുള്ളതിനെ ഓർത്ത് ആ വരുന്ന സന്തോഷങ്ങളെ നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന ദുഃഖമായിരിക്കാം, അല്ലെങ്കിൽ പ്രസന്റ് മൊമെന്റിലും ദുഃഖമായിരിക്കാം എന്നും പറഞ്ഞ് നമ്മൾ എനിക്ക് നാളെ ദുഃഖം വരുന്നെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല. പഴയത് പോയി, ഇനി അതിനെ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പഴയ കിട്ടിയ പാഠങ്ങളെ തിരുത്തിക്കൊണ്ട് പ്രസന്റിലും നമ്മുടെ ഫ്യൂച്ചറിനെയും ഫോക്കസ് ചെയ്യണം. അതായത് ഫോക്കസ് ഓൺ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, നോട്ട് പാസ്റ്റ്. മൂന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തത് അടുത്ത നാലാമത്തെ എംഫസൈസ് ഓൺ ഫ്രീ വിൽ ആൻഡ് ചോയ്സ്. അതായത് മനുഷ്യൻ എന്തോ ചെയ്യാനുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. അവന്റെ കാര്യങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനില്ലേ? ഉണ്ട്. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. പക്ഷെ നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പഠിക്കുമ്പോൾ, പേഴ്സണാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട? എംഫസസ് ഓൺ ഫ്രീ വിൽ ആൻഡ് ചോയ്സ്. അവന് അവന്റേതായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അടുത്ത അഞ്ചാമത്തത്, എവരി പേഴ്സൺ സ്ട്രൈവ്സ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. അതായത് എല്ലാവരും സ്വയം സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുന്നു. എവരി പേഴ്സൺ, എല്ലാവരുടെയും ആഗ്രഹം എന്തുവാണ്? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്തുവാണ്? അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഇപ്പൊ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ വെച്ച് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ മരിച്ച് നമ്മൾക്ക് എന്താ ചെയ്യണം? നിത്യതയിൽ നമുക്ക് അവിടെ എത്തിച്ചേരണം, കർത്താവിനെ വീണ്ടും കാണണം എന്നുള്ള ഒരു സ്വയം സാക്ഷാത്കാരം നമ്മുടെ മനസ്സിലില്ലേ? അതാണ് നമ്മുടെയൊക്കെ കൺസെപ്റ്റിലെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് പ്രിയനെ നേരിൽ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി നമ്മൾ ജീവിക്കുന്നു. അല്ലാതെ നമ്മൾ ഇവിടുത്തെ പ്രസന്റിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ അതൊന്നും ഇല്ലാതെ നമ്മൾ എന്തു പറയണ്ടേ, ആത്മീയമല്ലാതെ നമ്മൾ ലൗകികമായ കാര്യങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? എല്ലാവരുടെയും സാക്ഷാത്കാരം എന്തും അവനവരുടെ സന്തോഷമല്ലേ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സ്വയം സാക്ഷാത്കാരം, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാനും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനും, പിന്നെ പലതും നമ്മൾക്ക് നേടിയെടുത്ത് സന്തോഷം കണ്ടെത്താനും, ചെറിയ ചെറിയ മൊമെന്റുകൾ പോലും സന്തോഷം കണ്ടെത്തി സാക്ഷാത്കരിക്കാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അതൊക്കെയാണ് മനുഷ്യന്റെ എവരി പേഴ്സൺ സ്ട്രൈവ്സ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അവന്റെ സ്വയം സാക്ഷാത്കാരത്തിന് വേണ്ടി. നമ്മൾ അധ്വാനിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സ്വയം സാക്ഷാത്കാരം, അതായത് അവന്റെ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയാം. ഹ്യൂമൻസ് ആർ ഇൻഹെറന്റ്ലി ഗുഡ്, അതായത് മനുഷ്യന്റെ സ്വഭാവം എല്ലാവരുടെയും നല്ലതാണ്. ബിഹേവിയർ ഈസ് ഡ്രിവൺ ബൈ കോൺഷ്യസ് അവയർനെസ്, അതായത് മനുഷ്യന്റെ പെരുമാറ്റം ബോധമുള്ള ചിന്തകളാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. പിന്നെ ഫോക്കസ് ഓൺ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, നോട്ട് പാസ്റ്റ്. അതായത് നമ്മൾ നമ്മുടെ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ഫോക്കസ് ചെയ്യുക, ഒരിക്കലും കഴിഞ്ഞു പോയതിന് പാസ്റ്റിനെ ഓർത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കരുത്. എംഫസൈസ് ഓൺ ഫ്രീ വിൽ ആൻഡ് ചോയ്സ്, അതായത് മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനും. എവരി പേഴ്സൺ സ്ട്രൈവ്സ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ, എല്ലാ മനുഷ്യരും അവന്റെ സ്വയം സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഇനിയാണ് നമ്മുടെ മാസ്ലോയുടെ, അതായത് മാസ്ലോസ് അടുത്ത ഒരു മാസ്ലോയുടെ കാര്യമാണ് നമ്മളെ പഠിക്കാൻ. ജസ്റ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് വിശദീകരണങ്ങളൊന്നുമില്ല. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, അതായത് ഹൈറാർക്കി എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, ചെറുത് അല്ലെങ്കിൽ വലുത്, അതിലും കുറച്ചുകൂടെ വലുത്, അങ്ങനെ മനസ്സിലായില്ലേ? ചെറുത്, കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ വലുത്. അപ്പൊ ഹൈറാർക്കി, ഒരു നിരപ്പ് ക്രമം, നമ്മൾ ഇരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കുന്നത് പോലെ ഹൈറാർക്കി ഓഫ് നീഡ്സ്, നമ്മളുടെ ആവശ്യങ്ങളുടെ ഹൈറാർക്കി, അതാണ് മാസ്ലോ പറഞ്ഞിരിക്കുന്നത്. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഞാൻ സ്പെല്ലിങ് പറഞ്ഞുതരാം. MASLOWS, മാസ്ലോ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഒരു സൈക്കോളജിസ്റ്റിന്റെ പേര്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, MASLOWS, മാസ്ലോസ് ഹൈറാർക്കി, HIERARCHY, ഹൈറാർക്കി ഓഫ് നീഡ്സ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പം ആവശ്യങ്ങളുടെ നീഡ്, നമ്മുടെ ആവശ്യങ്ങളുടെ ക്രമം. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ഒരു ക്രമം.
അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാസ്ലോസ് പ്രൊപ്പോസ്ഡ് ദാറ്റ് ഹ്യൂമൻ നീഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലെവൽസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ലെവലിലാണ്, ഒരു ക്രമത്തിലാണെന്ന്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു ക്രമത്തിലല്ലേ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ തൊട്ട് നമ്മൾ തുടങ്ങത്തില്ലേ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ നമ്മുടെ ശാരീരിക ആവശ്യം എന്തുവാണ്? ലെവല് അതിനകത്ത് ഒന്നാമത് നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് ആണ് ആവശ്യം. നമുക്ക് ഒന്നാമത് വേണ്ടത് എന്താണ്? നമ്മുടെ നമ്മള് കൊച്ചു ക്ലാസ് നമ്മൾ പറയുന്നത് പോലെ ആഹാരം, വസ്ത്രം, പാർപ്പിടം. നമ്മളെ ഇപ്പൊ അതില്ല. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സിവിക്സ് ഉണ്ടായിരുന്നല്ലോ, ജോഗ്രഫിയും പിന്നെ വേറെ ഹിസ്റ്ററി, ജോഗ്രഫി. ആ ഹിസ്റ്ററിയുടെ ഒരു വേറൊരു പുസ്തകം ഉണ്ടല്ലോ, സിവിക്സ്. അതിനകത്ത് ആദ്യമേ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം. പിന്നെ കുറെ മോറൽ സൈഡൊക്കെ നമ്മളെ പഠിപ്പിക്കുകയല്ലോ. അതുപോലെ മാസ്ലോസ് ആദ്യം പറയുന്ന ഒന്നാമത്തെ കാര്യമാണെന്ന് സൈക്കോളജിക്കൽ നീഡ്സ്. അല്ല, തെറ്റിപ്പോയി, ഞാൻ തെറ്റിപ്പോയത്. സൈക്കോളജിക്കൽ നീഡ്സ് അല്ല, ഫിസിയോളജിക്കൽ, അതായത് നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ. മൊത്തം സൈക്കോളജി എന്റെ മനസ്സിരിക്കുന്നതുകൊണ്ട് ഞാൻ സൈക്കോളജി എന്നങ്ങ് പറഞ്ഞുപോയി. അതായത് ഫിസിയോളജിക്കൽ, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള നീഡ്സ്, മനസ്സിലായോ? ശാരീരിക ആവശ്യങ്ങൾ. ശാരീരിക ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞത് തന്നെ ആഹാരം, വെള്ളം, പാർപ്പിടമല്ല. പാർപ്പിടം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമുണ്ട് ശാരീരിക ആവശ്യത്തിന്. അല്ല, ആഹാരവും വേണം, വെള്ളവും വേണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ വേണം? കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ വേണം? ഉറക്കം വേണം. അതാ, കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ക്ഷീണം വരത്തില്ലേ? അതാണ് ഉറക്കം. അതായത് സൈക്കോളജിക്കൽ അല്ല, ഫിസിക്കൽ നീഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആഹാരവും വെള്ളവും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തോ വേണം? ഉറക്കവും വേണം. ഉറക്കം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാവരും ഇതുപോലെ റെഡി ആയിട്ടിരിക്കത്തുള്ളൂ. നമുക്ക് ഒരു ദിവസം കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങേണ്ട അത്രയും സമയം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ക്ഷീണം ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും. അതാണ്, നമ്മുടെ ശരീരം ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഉറക്കം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടല്ലേ കുട്ടികളോട് പറയുന്ന കൃത്യസമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് അത് ഉറങ്ങണമെന്ന് പറയുന്നു. ഉറക്കം കിട്ടിയില്ലെങ്കിൽ അതെല്ലാ കാര്യങ്ങളെയും ബാധിക്കും. അപ്പം മനുഷ്യന്റെ മാസ്ലോ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ലെവലിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഫുഡ്, വാട്ടർ, സ്ലീപ്പ്. ശാരീരിക ആവശ്യങ്ങളിൽ ആവശ്യമുള്ളതാണ്, മനസ്സിലായോ? ശാരീരിക ആവശ്യങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതാണ് എന്താണ്? ഫുഡ്, വാട്ടർ, ആഹാരം, വെള്ളം, ഉറക്കം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്ന എന്താണെന്നറിയാമോ? സേഫ്റ്റി നീഡ്സ്, അതായത് സുരക്ഷാ ആവശ്യങ്ങൾ. സേഫ്റ്റി നീഡ്സ്, സുരക്ഷാ ആവശ്യങ്ങൾ. അതുപോലെ പ്രൊട്ടക്ഷൻ ആൻഡ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ സുരക്ഷാ ആവശ്യത്തിൽ വേണ്ടുന്നതാണ് പ്രൊട്ടക്ഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. ഇതിപ്പോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഉത്തരവാണ് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. ഇപ്പൊ നമ്മൾ ആ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് സുരക്ഷാ ആവശ്യങ്ങളിൽ നമുക്ക് വീട് പറയുന്നത്. വീടുണ്ടെങ്കിലേ നമുക്ക് ആരെയും പേടിക്കാതെ, ഒരു മനുഷ്യന്റെ ശല്യം ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഒരിടത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അതായത് രണ്ടാമത്തെ നീഡ്സ് ആണ്. ഒന്നാമത്തെ നീഡ്സ് നമ്മൾ പറഞ്ഞു ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ്. രണ്ടാമത്തെ ആവശ്യമാണ് സേഫ്റ്റി നീഡ്സ്, സുരക്ഷാ ആവശ്യങ്ങൾ. അതിനകത്തുള്ളതാണ് പ്രൊട്ടക്ഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. അതായത് സുരക്ഷയും വേണം, സ്ഥിരതയും വേണം. സുരക്ഷ നമുക്കിത് വേണം, സ്ഥിരത വേണ്ടേ? നമ്മൾ കറക്റ്റായിട്ട് എന്നുവെച്ചാ നമുക്ക് എല്ലാത്തിനും ഒരു സ്ഥിരമായ ഒരു കാര്യം വേണ്ടേ? വേണം. അതാണ് സ്ഥിരത എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്നും ഓരോ ദിവസവും ഓരോരുത്തരത്തല്ലല്ലോ താമസിക്കുന്നത്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്ഥിരമായിട്ടൊരിടത്ത് താമസിക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്ഥിരമായ ഒരു വരുമാനം വേണം, സ്ഥിരമായ എനിക്കൊരു ജോലി വേണം, എല്ലാ കാര്യങ്ങളും സ്ഥിരമായി ഒരുപോലെ നടന്നു പോകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ അതാണ് പ്രൊട്ടക്ഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. അടുത്ത നമ്മൾക്ക് വേണ്ടുന്നതാണ് ലവ് ആൻഡ് ബിലോങ്നെസ്. അതായത് സ്നേഹവും വേണം, ബന്ധങ്ങളും വേണം.
സ്നേഹം ആൻഡ് ബന്ധങ്ങൾ. അടുത്തത് ലവ് ആൻഡ് ബിലോങ്നെസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്. ലവ് ആൻഡ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ. അതാരൊക്കെയാണ്? ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫാമിലി. അടുത്തയാണ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫാമിലി. എഴുതിയത് സ്നേഹവും ബന്ധങ്ങളിനകത്തുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫാമിലി. മനസ്സിലായി? ഇത് നമുക്ക് എസ്റ്റീം ആയിട്ടുള്ള ഒരു നീഡ്സ് ആണ് ഈ സ്നേഹവും അതിന്റെ ബന്ധങ്ങൾ. നമ്മൾ വിചാരിക്കും അത് വലിയ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് സ്നേഹവും ബന്ധങ്ങൾ. പക്ഷെ നമ്മൾ എന്നാലേക്ക് ഈ സ്നേഹവും ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ആഹാരവും വെള്ളം, ഉറക്കം, പ്രൊട്ടക്ഷൻ, സ്റ്റെബിലിറ്റി ഇതൊക്കെ ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഏകാന്തമായിട്ട് ഫോൺ വിളിക്കാൻ പോലും ആളില്ല, സംസാരിക്കാനും പോലും ആളില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ എസ്റ്റീം നീഡ്സിലുള്ള ഒരു കാര്യമാണ്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്നേഹവും ഒക്കെ വേണ്ടുന്നത്. എല്ലാം നമുക്കുണ്ട്, പക്ഷെ നമ്മൾക്ക് വൈകിട്ട് വരുമ്പോ നമ്മളെ ഒന്ന് തിരക്കാൻ, അല്ലെങ്കിൽ ഒന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി അടുത്ത നമുക്കുള്ളതാണ് റെസ്പെക്ട് ആൻഡ് കോൺഫിഡൻസ്. റെസ്പെക്ട് ആൻഡ് കോൺഫിഡൻസ്, അതായത് ആത്മവിശ്വാസവും വേണം, കോൺഫിഡൻസ് അതായത് ബഹുമാനം. ആത്മവിശ്വാസവും ബഹുമാനം. കോൺഫിഡൻസ് ആത്മവിശ്വാസം, റെസ്പെക്ട് ബഹുമാനം. അടുത്തൊരു നീഡാണ് ആത്മവിശ്വാസവും ബഹുമാനവും. അതിനകത്ത് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, സെൽഫ് ആക്ച്വലൈസേഷൻ, സ്വയം സാക്ഷാത്കാരം. നമ്മളെല്ലാം ആയി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും ഒരു ബഹുമാനവും ഒക്കെ തോന്നത്തില്ലേ? ആ ഒരു തലത്തിലോട്ട് എത്തിച്ചേരുന്നതാണത്. ചില സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ പുച്ഛം തോന്നാറില്ലേ? തീർച്ചയായിട്ടും. ചില കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി, ഇപ്പൊ അങ്ങനെ വേണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് അത് ശരിയായി എന്ന് തോന്നുമ്പോഴും നമ്മൾ ആ പരിപാടിയിൽ അല്ലെങ്കിൽ ആ ചെയ്ത പ്രവൃത്തിയിൽ വിജയം കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനമൊക്കെ തോന്നാറുണ്ട് അല്ലേ? ഞാൻ ഈ പണ്ടൊരു ക്ലാസ്സിൽ പറയാം, നമ്മൾ തന്നെ നമ്മുടെ തോളത്ത് തട്ടിയെന്ന് ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം, നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം, ഞാൻ മിടുക്കനാടാ എന്നുള്ള. അങ്ങനെ ഒരു നമ്മൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. അതാണ്. അതായത് നമുക്ക് ആത്മവിശ്വാസവും നമുക്ക് റെസ്പെക്റ്റും ഉണ്ടെങ്കിലേ നമ്മൾ ആ സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട് എത്തത്തോളൂ. ഞാൻ മണ്ടനാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല എന്ന് ചിന്തിച്ചിരുന്നാൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നേടത്തില്ല. നമുക്ക് നമ്മളിൽ തന്നെ ഒരു നിർവൃത്തി ഉണ്ടാകത്തില്ല. ഇനി അടുത്തെയാണ് അച്ചീവിങ് ഫുൾ പൊട്ടൻഷ്യൽ. അതായത് ഒരു വ്യക്തിയുടെ മുഴുവൻ കഴിവുകൾ നേടുക. ഒരു വ്യക്തിയുടെ മുഴുവൻ കഴിവുകൾ മുഴുവൻ കഴിവുകൾ നേടുക. കഴിവുകൾ നേടുക. അച്ചീവിങ് ഫുൾ പൊട്ടൻഷ്യൽ. അച്ചീവിങ് നേടുക. ഒരു വ്യക്തിയുടെ മുഴുവൻ കഴിവുകൾ നേടുക. നമ്മുടെയൊക്കെ കഴിവിന്റെ ഒരു 1/4 പോലും നമ്മൾ അനക്കിയിട്ടുണ്ടോ? ഇല്ല. നമുക്കൊക്കെ ഒരുപാട് കഴിവുള്ളവരാ. പക്ഷെ നമ്മൾ പലപ്പോഴും എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കാറുണ്ട്, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമായിരുന്നല്ലോ. ഈ സ്ത്രീകളൊക്കെ പൊതുവെ നല്ല കഴിവുള്ള സ്ത്രീകളാണ്, പക്ഷെ
അതായത് അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കുമ്പോ അയ്യോ എല്ലാം ഇറ്റായും ചെയ്തു തരുമല്ലോ ചെയ്തു തരുമല്ലോ ചെയ്തു തരുമല്ലോ എന്ന് പറഞ്ഞ് അനങ്ങാതിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ പുള്ളിയുടെ ചിലപ്പം ചില സ്ത്രീകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ മരണമോ അല്ലെങ്കിൽ ഡൈവോഴ്സോ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവരെന്ത് മിടുക്കരായിട്ടാ അപ്പോഴും മാറുന്നേന്നുള്ളത്. ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്ന കാര്യങ്ങൾ എന്തോ ചെയ്തു അവര് മറ്റവരുടെ പുറകിൽ നിന്ന് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നു. പക്ഷെ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു? തന്നെ ചെയ്തല്ലോ പറ്റൂ, എന്നെ സഹായിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, അപ്പൊ ഞാൻ ഒറ്റയ്ക്കായില്ലേ, അപ്പൊ ഞാൻ ചെയ്യണം എന്നുള്ള കാര്യത്തോടു കൂടി എനിക്കത് നേടിയെടുക്കണം ആ വാശിയോടുകൂടി അവർ ചെയ്ത് മറ്റവർ ചെയ്യുന്നതിനേക്കാൾ മിടുക്കിയായിട്ട് പല കാര്യങ്ങളും നേടിയെടുത്ത വനിതകളെ നമ്മൾക്ക് അറിയാം. പുരുഷന്മാർക്ക് കഴിവില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും മനസ്സിലായത് ഭർത്താവിന്റെ പിന്നിൽ ഒളിച്ചു നിന്ന സ്ത്രീകൾ നമ്മളൊന്ന് പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ മതി, അവരെക്കാൾ ഹസ്ബൻഡിനേക്കാളും മിടുക്കരായിട്ട് പല കാര്യങ്ങളും ചെയ്ത് തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കഴിവില്ല എന്നാ, പക്ഷെ നമ്മുടെ കഴിവുകളെ ചെത്തി മിനുക്കിയെടുത്താൽ ഒരു വ്യക്തിയുടെ മുഴുവൻ കഴിവുകളെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പലരോടും ചോദിക്കുമ്പോൾ പലരും പറയും എന്തോ കഴിവ് വെച്ചാൽ എനിക്ക് ഒരു കഴിവില്ലെന്നോ. അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ചിരിക്കാനൊരു കഴിവില്ലേന്ന് ചോദിക്കും. അതൊരു കഴിവാണ്. ചിലർക്ക് ഒരു തമാശ കേട്ടാൽ പോലും ചിരിക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിരിക്കാൻ പറ്റുന്ന ഒരു കഴിവാ. നമുക്ക് നടക്കാൻ പറ്റുന്നില്ലേ, നമുക്ക് ഓടാൻ പറ്റുന്നില്ലേ, അതൊക്കെ നമ്മുടെ കഴിവുകളാണ്. നമുക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ലേ, നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലേ, നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ, അതെ അതൊക്കെ നമ്മുടെ കഴിവുകളാണ്. നമുക്ക് നമ്മുടെ നീഡ്സുകൾ, അതായത് നമ്മുടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലേ. പലർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റാതെ എത്രയോ പേര് ബുദ്ധിമുട്ടുന്നു. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന കഴിവുകളാണ് അതൊക്കെ. അതൊന്നും തടസ്സപ്പെടാതെ കൃത്യമായിട്ട് പോകുന്നില്ലേ. അപ്പൊ നമുക്ക് എന്തെല്ലാം ഇതൊക്കെ പ്രാഥമികമായിട്ടുള്ള കഴിവുകളാണ്. പക്ഷെ ഒരുപാട് കഴിവുകളുണ്ട്. അതിനെ ചെത്തിമിനുക്കി എടുത്ത് ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ എത്താനായിട്ട് ശ്രമിക്കും. അതായത് നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥി മുഴുവൻ മാർക്ക് നേടാനല്ല ശ്രമിക്കേണ്ടത്, അവന്റെ സ്വപ്നം നേടാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ പഠിക്കേണ്ടത്. ഈ മുഴുവൻ മാർക്ക് നേടിയിട്ടും അവന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല, ഒരു പ്രയോജനമില്ല മുഴുവൻ മാർക്ക് നേടിയിട്ട്. അപ്പൊ മുഴുവൻ മാർക്കിന് വേണ്ടിയല്ല പഠിക്കേണ്ടത്, ഞാൻ എന്തായി തീരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായി തീരുമ്പോഴാണ് അവൻ സെൽഫ് ആക്ച്വലൈസേഷൻ അവിടെ നേടുന്നത്. ഇപ്പം ചിലപ്പം പണ്ടത്തെ കാലത്തെ മാർക്ക് നമുക്ക് ഓർമ്മ വരുന്നേ, അന്ന് 500 മാർക്ക് മേടിച്ചവനേക്കാളും ചിലപ്പോൾ ഇപ്പൊ അവൻ സെൽഫ് ആക്ച്വലൈസേഷൻ നേടിയത് അന്ന് 210 മാർക്ക് നേടിയ ഒരാളായിരിക്കാം പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ 500 മാർക്ക് മേടിച്ചവനേക്കാൾ വിജയത്തിൽ എത്തിച്ചേർന്നത് 210 മാർക്ക് മേടിച്ച ആളായിരിക്കാം. ചിലര് പറയത്തില്ലേ, ഈ 500 മാർക്ക് മേടിച്ച ആള് 210 മേടിച്ച ആളുടെ കമ്പനിയിലെ സ്റ്റാഫ് ആയിരിക്കും, പക്ഷെ അയാൾക്ക് ശമ്പളം കൊടുക്കുന്ന ഈ 210 മാർക്ക് മേടിച്ച ആളായിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. എനിക്ക് SSLCക്ക് 210 മാർക്കേ ഉള്ളായിരുന്നു, പക്ഷെ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കൂടുതൽ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ക്ലാസ് അന്നത്തെ കാലത്ത് കിട്ടുന്നതിന് ഭയങ്കര പാടാ. അതെ, ഇപ്പോഴത്തെ പിള്ളേരുടെ A+ ഒക്കെ ഒന്നും നമ്മുടെ 210 മുമ്പിൽ ഒന്നും ഇല്ലെന്നാ പറയത്തുള്ളൂ. അതെ. പിള്ളേർ പഠിക്കാത്തോണ്ടെന്നല്ല, നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ്. പിള്ളേരെ മണ്ടരാക്കിയോ അങ്ങനെ മോശമാക്കിയെന്ന ചെയ്യില്ല. അന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ച് നമുക്ക് പരീക്ഷയിൽ പേപ്പറിൽ എഴുതിയെങ്കിൽ മാത്രമേ ഈ മാർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം പിള്ളേർക്ക് ഇന്റേണൽ മാർക്കുകൾ, CE മാർക്കുകൾ, അങ്ങനെയൊക്കെ കുറെ മാർക്കുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ പോലും അവർക്കൊരു ആനുകൂല്യമുണ്ട്, പരീക്ഷ എഴുതി ജയിക്കാം, അങ്ങനെ എന്തെല്ലാം ആനുകൂല്യം. പണ്ടുള്ളവർക്ക് 1 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ആ ഒരു വിഷയത്തിന് വേണ്ടി 1 വർഷം കളയണം. അത് മാത്രമാണ്, ഒരു വിഷയം മാത്രം എഴുതിയാൽ പറ്റിയോ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഈ ജയിച്ച വിഷയങ്ങളും എഴുതണ്ടേ. അതെ അതെ അതെ. ഞാൻ MSCക്ക് പഠിച്ചപ്പോ ഇതേ പ്രശ്നം തന്നെ. MSCക്ക് പഠിക്കുമ്പം ഇപ്പൊ MSCക്കാർക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല. സെമസ്റ്റർ ആക്കിയപ്പോ നമ്മൾ MSCയിലെ ഒരു പേപ്പർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടിയ പേപ്പറുകൾ എഴുതിയേ പറ്റൂ. അതേസമയം ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരത് മാറ്റി. ഇപ്പം പോയ വിഷയം മാത്രം എഴുതിയാൽ മതി. കിട്ടിയ വിഷയം കൂടെ കുത്തിയിരുന്ന് എഴുതണമെന്ന് പറഞ്ഞു സഹിക്കാൻ പറ്റാത്ത വിഷമല്ലേ. അതും MSCക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ തോപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 0.5 മാർക്കിനൊക്കെയാ തോപ്പിക്കുന്നത്. മൈനസ് മാർക്ക് ഉണ്ടോ? ഇല്ല, മൈനസ് ഇല്ല. അവര്
നമ്മൾ ഈ അര മാർക്കൊക്കെ ഇടത്തില്ലേ, അത് അതുപോലെ തന്നെ ഇടും. ഇപ്പൊ 36.5 അങ്ങനെ മാർക്ക് ഇടുന്നത്. ഓക്കെ. ചിലപ്പോൾ 37 കിട്ടണ്ടെങ്കിൽ ആ 0.5 ആ 0.5 തോപ്പിക്കുന്നത്. ആ ഹാ ഹാ. അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇനി അടുത്ത കാൾ റോജേഴ്സിന്റെ കാര്യം പഠിക്കാം. അതായത് ഒരു പേഴ്സൺ സെന്റേർഡ് തിയറിയാണ് അദ്ദേഹത്തിന്റെ, ഒരു വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തമാണ് കോൾ റോജേഴ്സിന്റെ. നമ്മൾ ആദ്യം പഠിച്ചത് എബ്രഹാം മാസ്ലോവിന്റെയാണ്. ഇനി അടുത്ത പറയുന്നത് കോൾ റോജേഴ്സിന്റെ. അതിനകത്ത് പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് സെൽഫ്, സ്വയം, സെൽഫ്, SELF, സെൽഫ്. സ്വയം, സെൽഫ്. അതായത് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ, വ്യക്തി തന്നെ കുറിച്ച് തന്നെ കരുതുന്ന ഒരു ധാരണ. സ്വയം, നമുക്ക് നമ്മളെ കുറിച്ചൊരു സ്വയം ധാരണയില്ലേ, അത്. അതായത് ഹൗ എ പേഴ്സൺ സീവ്സ് ദംസെൽഫ്, അതായത് നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ കരുതുന്ന ഒരു ധാരണ. നമുക്ക് നമ്മളെ കുറിച്ചൊരു ധാരണയില്ലേ പൊതുവെ? യെസ്. ഇപ്പൊ നമ്മളോട് പെട്ടെന്ന് പറയുക, സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു പരിപാടി നടത്തി ഒരു ആശംസ പറയാന്ന് പറയുമ്പം, നന്നായിട്ട് സംസാരിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് ഓടിക്കയറി പറയാൻ പറ്റും. പക്ഷെ അല്ലാതെ ഉള്ളവരടുത്ത് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലൊരു എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കൊരു പേടി കാണത്തില്ലേ സ്റ്റേജിലോട്ട് കയറാൻ. അപ്പൊ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് സ്വയം ഒരു ധാരണയുണ്ട്. പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പാടുന്ന വ്യക്തിയായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ ഒറ്റയ്ക്ക് അങ്ങോട്ട് സ്റ്റേജിൽ കയറി ഇന്ന് പാടാൻ പറയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഇവിടെ ഇരുന്ന് പാടുന്ന ആള് അവിടെ കയറുമ്പോൾ നമ്മുടെ ട്യൂൺ അങ്ങ് തെറ്റി പോകും. ഒരു മിനിറ്റ്, ഞാൻ ഈ അമ്മ ഫോൺ. സിസ്റ്റർ എന്തുകൊണ്ട്? ഒന്നാമത്തത് സെൽഫ്, സ്വയം. രണ്ടാമത്തത് ഐഡിയൽ സെൽഫ്, നമ്മുടെ ഐഡിയ. നമുക്കൊരു ആദർശം ഇല്ലേ, സ്വയം ആദർശം, ഐഡിയൽ സെൽഫ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഹു യു വാണ്ട് ടു ബിക്കം, നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അതാണ് ഐഡിയൽ സെൽഫ്, നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. ഇനി മൂന്നാമത്തതാണ് റിയൽ സെൽഫ്. മനസ്സിലായി? നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ. യെസ്. ഒന്നാമത്തത് സെൽഫ്, രണ്ടാമത്തെ ഐഡിയൽ സെൽഫ്, നമ്മളെ കുറിച്ചുള്ള ഒരു ആദർശം, നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നു. അടുത്ത റിയൽ സെൽഫ്, യഥാർത്ഥ നമ്മൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ആലോചിച്ച് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥ നമ്മൾ. ഞാൻ പറയും, നമ്മൾ ഒറ്റയ്ക്ക് മുറിയിൽ കയറി കതകടച്ചിരിക്കുമ്പോൾ ആരാണ്, അതാണ് നമ്മൾ യഥാർത്ഥത്തിലാണ്. അല്ലാതെ നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോഴോ ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോഴോ മക്കളുടെ കൂടെ ഇരിക്കുമ്പോഴോ ഒന്നുമല്ല. നമ്മൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കതകടച്ചിരിക്കുമ്പോൾ ആരാണോ, അതാണ് നമ്മൾ യഥാർത്ഥം. അല്ലെങ്കിൽ ഒരു വീട്ടില് ആരും ഇല്ലാത്തപ്പോൾ, വീട്ടിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടില്, ഒരു ദിവസം നമ്മളെ ആക്കിയിട്ട് പോയത്, അന്ന് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വീട്ടിൽ ചെയ്യും. അല്ല, അന്നേരം ഉണ്ടാകുന്ന ചിന്തകൾ, അതെ, നമ്മൾ അവിടെ ഒരു റിയൽ സെൽഫിൽ സെൽഫ് ആക്ച്വലൈസേഷൻ വരും. ഈ പലത് നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായ ഒക്കെ നമ്മുടെ മനസ്സിൽ കടന്ന് തകർത്തുന്നുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ആലോചിക്കുകയും അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. യഥാർത്ഥ സ്വഭാവം അന്നേരമാണ് പുറത്തു വരുന്നത്. യഥാർത്ഥ സ്വഭാവം അന്നേരം വരുന്നത്. അത് ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പറയാൻ കാര്യം, ഈ പല സ്ത്രീകളും ചെറുപ്പത്തിൽ അവർ എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, അവര് പണ്ട് അങ്ങനെയൊക്കെയോ ആയിരുന്നു, പക്ഷെ അവരുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവർ ആ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ പഴയ ഞാനാകാനായിട്ട് ശ്രമിക്കാറുണ്ട്.
എന്റെ വൈഫ് എപ്പോഴും പറയും എനിക്ക് പണ്ട് പാടാൻ നല്ല കഴിവായിരുന്നു, ഇപ്പൊ എനിക്ക് പാടാൻ പറ്റുന്നില്ലെന്ന്. അത് ശരിയാ. ഉം. അത് പാടാൻ നന്നായിട്ട് ആ കഴിവുണ്ടായിരുന്നായിരിക്കാം, പക്ഷെ നമ്മൾ പാടാതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ട അതേപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ എത്തത്തില്ല. ഉം. പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പാടാതിരിക്കാം, പക്ഷെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളിലെ ഓരോ കഴിവും നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് കത്തി തേച്ച് മിനുക്കിയാലേ മൂർച്ച കൂടൂ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ അതെ, അതെ. പാടാതിരിക്കും. നമ്മൾ എഴുതുന്ന കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാൽ, നന്നായിട്ട് കയ്യക്ഷരം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർ എഴുതാതിരുന്നിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് എഴുതി നോക്കിയാൽ മതി, അവർക്ക് പഴയതുപോലെ അവരുടെ ഹാൻഡ് റൈറ്റിംഗിന് ഭംഗി കാണത്തില്ല. അത് തന്നെ ഇപ്പോഴും എന്റേത് അതുപോലെ. അതാ പണ്ട് ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു, പക്ഷെ ഇപ്പൊ പോയി. അത് നമ്മൾ എഴുതാതിരിക്കുന്നുണ്ട്. അപ്പൊ അതായത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പലതിലും നേടിയെടുക്കുന്നതാണ് നമ്മൾ. അതാണ് യഥാർത്ഥ സ്വയം. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? അവിടെ നമ്മൾ യെസ്. വരുമ്പോഴാണ് നമ്മളിലെ ഒത്തുപോകലുകളും പൊരുത്തക്കേടുകളും അവിടെ ഉണ്ടാകുന്നത്. അതായത് അവിടെ ഒരു കോൺഗ്രൻസ് ഇൻറ്റു ഇൻകോൺഗ്രൻസ്, അതായത് ഒത്തുപോകൽ ഇൻറ്റു പൊരുത്തക്കേടുകൾ വരും. നമ്മൾ ആ പഴയതിനോട് ചേരുമ്പോൾ ഒത്തുപോകാൻ പ്രയാസം, അവരെപ്പോഴെന്തോ ചെയ്യും, പൊരുത്തക്കേടുകൾ വരും. ഒത്തുപോകുമ്പോൾ എന്തുണ്ടാകുന്നു? പൊരുത്തക്കേടുകൾ വരും. അതായത് റിയൽ സെൽഫ് എന്തോ, റിയൽ സെൽഫ് ആണ് എന്തോ ഐഡിയൽ സെൽഫ്. റിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഐഡിയൽ സെൽഫിന്റെ ഹെൽത്തി പേഴ്സണാലിറ്റി. അതായത് ഈ ഒത്തുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ റിയൽ സെൽഫിനകത്ത്, റിയൽ സെൽഫ് ഈക്വൽ ടു ഐഡിയൽ സെൽഫ് വരും. റിയൽ സെൽഫിൻ സമം അല്ലെങ്കിൽ റിയൽ സെൽഫിന്റെ കൂടെ ഐഡിയൽ യഥാർത്ഥ അല്ലെങ്കിൽ ആദർശമുള്ള സെൽഫിന്റെ കൂടെ ഹെൽത്തി പേഴ്സണാലിറ്റിയും കൂടെ ചേരുമ്പോൾ എന്തോ ഉണ്ടാകും? ഒരു കോൺഗ്രുവൻസ്, ഒത്തുപോകാൻ വലിയ കുഴപ്പമില്ലാതെ പോകും. ഒത്തുപോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഐഡിയൽ സെൽഫിന്റെ കൂടെ ഹെൽത്തി പേഴ്സണാലിറ്റിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദർശവും ഒരു ഹെൽത്തി പേഴ്സണാലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ അത് റിയൽ സെൽഫായിട്ട് അങ്ങ് പോകും. അതേസമയം ഇവിടെ പൊരുത്തക്കേട് വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പിൽ എന്തോ വരും? ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സും കൂടെ വരുമ്പോഴാണ് നമുക്കവിടെ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നത്. സ്ട്രെസ് നമുക്കുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സ്ട്രെസ്. ആങ്സൈറ്റി എന്തോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ, നാളത്തെ കുറിച്ചുള്ള ആകുലത. ഞാൻ ആ വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ഞാൻ അവരോട് എങ്ങനെ പൊരുത്തപ്പെട്ട് പോകും, ആങ്സൈറ്റി. ആൻസൈറ്റി. ഓക്കെ. സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നതാണ് സ്ട്രെസ്. ആങ്സൈറ്റി നാളത്തെ കുറിച്ചുള്ള ആകുലത. ഇനി അടുത്ത, അപ്പൊ നമ്മൾ അതായത് യഥാർത്ഥ നമ്മളും ആദർശമുള്ള നമ്മളും കൂടെ ഒത്തുപോകുമ്പോൾ നമുക്ക് എന്തോ ചെയ്യും? ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകും. അതായത് ഐഡിയൽ സെൽഫും റിയൽ സെൽഫും കൂടെ ഒത്തുപോകുമ്പോൾ നമുക്ക് ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകും. പക്ഷേ നമ്മുടെ റിയലും ഐഡിയലും കൂടെയുള്ള യുദ്ധം നടക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പൊട്ടി പോകുന്നത്. അതായത് നമ്മുടെ മുഖംമൂടി അവിടെ അടിഞ്ഞു പോകും, അപ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടാവും. നമ്മൾ നല്ല വ്യക്തികളാന്ന് പറഞ്ഞ് നിൽക്കുന്നവര് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരെ സൊല്യൂഷന് വിളിക്കുമ്പോൾ അവര് പറയുന്ന ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇയാളെ കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും അല്ലല്ലോ വിചാരിച്ചിരുന്നതെന്ന് പറയത്തില്ലേ? അതെ, അതെ, അതെ. പുള്ളി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്റെ മനസ്സിലെ കൺസെപ്റ്റ്. അതായത് അവിടെ റിയലും ഐഡിയലും എല്ലാം കൂടെ പൊട്ടി. അതാണ് അവിടെ നടന്നത്. ഇനി അടുത്ത അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, അതായത് നിബന്ധനകളില്ലാത്ത അംഗീകാരം. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. നാലാമത്തെ അല്ലേ? നാലാമത്തെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. പോസിറ്റീവ് റിഗാർഡ്, അംഗീകാരം, നിബന്ധനകളില്ലാത്ത അംഗീകാരം. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, അതായത് നിബന്ധനകളില്ലാത്ത അംഗീകാരം. അതായത് അക്സെപ്റ്റിംഗ് എ പേഴ്സൺ
വിത്തൗട്ട് കണ്ടീഷൻസ് എക്സ്പെഷ്യലി ഇൻ പേരന്റിങ് ആൻഡ് തെറാപ്പി. അതായത് ഇപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളെ ഒരു നിബന്ധനകളും ഇല്ലാതെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് ഒന്നും പറ്റാത്തൊരു കാര്യം അതെ അംഗീകരിക്കുക നമ്മളെന്ത് യേശുക്രിസ്തു ആണോ എല്ലാരെയും എങ്ങ് നിബന്ധനകളില്ലാതെ അംഗീകരിക്കാൻ പറ്റൂ? ഒരു നിബന്ധനകളും ഇല്ലാതെ ഈ ലോകത്ത് സ്നേഹം തന്നത് യേശുക്രിസ്തുവാണ്. അതുപോലെ നമ്മൾ അനുയായികളാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇടയ്ക്ക് യൂദാസിന്റെ സ്വഭാവമൊക്കെ നമ്മൾ കാണിക്കത്തില്ലേ? തീർച്ചയായിട്ടും. അന്നേരം തെറ്റ് ചെയ്ത് കഴിയുമ്പോ പിന്നെ നമ്മൾ വീണ്ടും 2 ഹല്ലേലൂയയും കൂടെ നമ്മൾ കൂടുതൽ പറയും, ദൈവമേ ക്ഷമിക്കണേ. അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതായത് നിബന്ധനകളില്ലാതെ സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കണം. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മള് ഭൂമിയിലെ ദൈവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെയാണ്. നമ്മൾ നേരിട്ട് കാണുന്ന ദൈവം നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പം നമ്മൾ കുരുത്തക്കേട് കാണിച്ചാലും വഴക്കുണ്ടാക്കിയാലും തെറ്റ് കാണിച്ചാലും നമ്മളോട് ക്ഷമിക്കുന്നത്, നിബന്ധനകളില്ലാതെ നമ്മളോട് സ്നേഹിക്കുന്നത് അവരാണ്. പക്ഷെ ഇപ്പോഴും മാതാപിതാക്കൾ ഇപ്പം പഴയ മാതാപിതാക്കളൊന്നുമല്ല, നിബന്ധനകളൊക്കെ വെച്ച് തുടങ്ങിയ മാതാപിതാക്കളാണ്, ന്യൂ മാതാപിതാക്കൾ അല്ലേ? അമ്മ കേൾക്കരുത്, ഏ അമ്മ കേൾക്കരുതെന്ന് എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് അപ്പൊ നമ്മൾ അത് നമ്മൾ ഈ പറയേണ്ട, നമ്മൾ ഈ കൗൺസിലിംഗിൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പേരന്റിംഗിലും അത് മനസ്സിലാക്കണം. പേരന്റിംഗിൽ നിബന്ധനകളില്ലാതെ നമ്മൾ കുട്ടികളോട് അങ്ങനെ നിന്നെങ്കിലേ പറ്റൂ. അതുപോലെ തെറാപ്പി സെഷനിൽ വരുമ്പോഴും നമ്മൾ ഒരു നിബന്ധനകളും ഇല്ലാതെ അവരോട് സ്നേഹമല്ല, അവരെ അംഗീകരിക്കണം. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കണം. അവർക്ക് തോന്നലുണ്ടാവണം നമ്മൾ അവരെ അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യമേ അവർ നമ്മുടെ മുന്നിൽ വരുമ്പോഴേ നമ്മള് നിന്നെ കുറിച്ച് എനിക്കറിയാം, നീ പറയാൻ പോകുന്ന എന്തുവാന്നൊക്കെ നമ്മുടെ മുഖത്ത് വിലസി ഇരുന്ന് കഴിഞ്ഞാൽ അവർ ആ ദിവസം തന്നെ ഇച്ചിരി നേരം ഇരുന്നിട്ട് പറയും, ഇവര് ശരിയാവത്തില്ല, ഇവരുടെ കൗൺസിലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവര് പോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൺകണ്ടീഷണൽ ആയിട്ട് അവരെ മനസ്സിലാക്കാനായിട്ട്, ആരെയായാലും നിബന്ധനകളില്ലാതെ അവരെ അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ കാര്യമുള്ളൂ. നമ്മളോട് നമ്മുടെ പേരൻസ് പറയുന്ന ഒരു എക്സാമ്പിൾ ഇല്ലേ, ഐ ലവ് യു ഈവൻ ഇഫ് യു ഫെയിൽ. നീ പരാജയപ്പെട്ടാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിന്റെ ബെസ്റ്റ് ഉദാഹരണം ഇപ്പൊ നമ്മളിപ്പോ ഈ അടുത്ത സമയത്ത് നടന്നിരിക്കുന്ന ഈ ഒരു സിനിമാ നടൻ റിനി ടോം ഇല്ലായിരുന്നോ? റിനി ടോമിന്റെ മോനെ എന്തുവാ മയക്കുമരുന്ന് കേസിൽ പിടിച്ച്. റിനി ടോമിന്റെ മോനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ച്. പക്ഷെ അന്നേരം ആദ്യം അയാൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അയാള് മയക്കുമരുന്ന് കേസിനെതിരെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഭയങ്കര മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നടനായിരുന്നു റിനി ടോം. പക്ഷെ എന്നിട്ട് അയാളുടെ മകനെ തന്നെ ഇങ്ങനെയുള്ള കേസിൽ പിടിച്ച്. അപ്പോഴത്തെ അയാൾ ആദ്യം 2-3 ദിവസമൊക്കെ ഭയങ്കര വിഷമവും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അയാൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ ആ മകനെ ആശ്വസിപ്പിച്ചു, നീ വിഷമിക്കണ്ട, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിന്റെ അപ്പൻ കൂടെ ഉണ്ടത്. ടിനീറ്റോ, ഓക്കെ, അതിനകത്ത് പേര് തെറ്റിപ്പോയി, ടിനീറ്റോ, അത് നിന്റെ അപ്പൻ കൂടെ ഉണ്ടെന്ന്. അതിനകത്ത് ഒരു വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ആ പ്രയാസം വന്നപ്പോൾ നീ എന്നെ വീട്ടിൽ കയറ്റത്തെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടാൽ അവൻ നേരത്തേനേക്കാൾ മോശമായിട്ട് കൂടുതൽ തെറ്റിലേക്ക് പോകും. അത് നമുക്കും കൂടെ കാണിച്ചു തന്നൊരു മാതൃകയാണ്. നമ്മളാണെ പറയും, നിന്നെ കാരണം എനിക്ക് വീട്ടിൽ കയറണ്ട, അല്ലെങ്കിൽ നാണക്കേടാണെന്ന് പറയാതെ അവനെ ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചത്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് സിനിമാ നടൻ ബ്ലസ്സിയുടെ മകന്റെ കല്യാണത്തിന് വന്നപ്പോഴും അവര് അപ്പന് ടിനി ടോമെ ഭാര്യ ഈ മകനെയും ചേർത്ത് പിടിച്ചാണ് അവര് സ്റ്റേജിൽ കയറുന്നത്. അതേസമയം ഇവൻ ഇങ്ങനെ കേസിൽ പിടിച്ചാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരിടത്തും അവനെ കൊണ്ടുവരാതിരിക്കുമ്പോഴത്തേക്ക് അവനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ പേരൻസ് ചെയ്തത് അവന്റെ തെറ്റിനെ തിരുത്തിക്കൊണ്ട് എല്ലാവരുടെയും മുൻപിലേക്ക് അവനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, നീ എനിക്ക് നാണക്കേട്, അല്ലെങ്കിൽ നീ വന്നാൽ മറ്റുള്ളവർ എന്ത് ചോദിക്കും. ഇല്ല, അവനെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ നമ്മള് നീ പരാജയപ്പെട്ടാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് ശ്രമിക്കണം. പലയിടത്തും ഈ കുട്ടികൾ നമ്മളോട് പറഞ്ഞാൽ കേൾക്കാത്തതും നമ്മളോട് വിട്ടുപോകുന്നതിനും ഒക്കെ ഉള്ളൊരു കാരണം ഭയങ്കര നിബന്ധനകൾ വെക്കുകയും അവരെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയാറ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വയം സാക്ഷാത്കാരം നേടിയ വ്യക്തിയുടെ ഗുണങ്ങൾ. നമ്മൾ ഇനിയിപ്പോ സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ നടത്തി ആ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ.
എന്താ മാം ഒന്നോട് പറഞ്ഞ്? അതായത് സ്വയം സാക്ഷാത്കാരം നേടിയ വ്യക്തിയുടെ ഗുണങ്ങൾ. സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ പേഴ്സൺ. മലയാളത്തിന്റെ സ്പെല്ലിംഗ് എഴുതാനാണ് ബുദ്ധിമുട്ട്. അത്രേ സാക്ഷാത്കാർ. ഉള്ളൂ. സ്വയം സാക്ഷാത്കാരം, അതിന്റെ ആക്ച്വലൈസേഷന്റെ വാക്കതാണ്. കറക്റ്റ് മലയാളം. സാക്ഷാത്കാരം നേടിയ വ്യക്തിയുടെ ഗുണങ്ങൾ. ഗുണങ്ങൾ. മലയാളം എഴുതാൻ ഭയങ്കര താമസമായി. അത് ഇത്രേ ഉള്ളൂ. ക്യാരക്ടറിസ്റ്റിക് ഓഫ് സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ. അതായത് സ്വയം അയാൾ എപ്പോഴും എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഈ നോട്ട് ഇടുന്നുണ്ട്, അപ്പൊ കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് 2 തിയറി പഠിപ്പിച്ചു തീർക്കണമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല, ഒരെണ്ണം തീരത്തേ ഉള്ളൂ. അതായത് ഈ നേടിയവർക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ, സൃഷ്ടിപരമായ സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ വൈവിധ്യപൂർണമായ കാര്യങ്ങൾ. ചിലർക്ക് ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ ഉണ്ടല്ലോ, ഒരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള കഴിവ്, ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റിവിറ്റി. അപ്പൊ ആ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ, സൃഷ്ടിപരമായിട്ട് പുതിയ കാര്യങ്ങൾ, സൃഷ്ടിപരം എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നേടിയ വ്യക്തികൾക്കുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അവനവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? അവർക്കുണ്ട്. ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ആരും ഒന്നും പറയുന്നില്ല. ഉണ്ട് മാം, മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ചിന്ത, ഇൻഡിപെൻഡന്റ് തിങ്കിങ്. സ്വതന്ത്രമായ ചിന്ത. സ്വതന്ത്രമായ ചിന്ത, ഇൻഡിപെൻഡന്റ് തിങ്കിങ്. മൂന്നാമത്തത് റിയലിസ്റ്റിക്, യാഥാർത്ഥ്യ ബോധം. റിയലിസ്റ്റിക്. യാഥാർത്ഥ്യ ബോധം, അതായത് റിയലിസ്റ്റിക്, യാഥാർത്ഥ്യമായിട്ട് എല്ലാ കാര്യങ്ങളും യഥാർത്ഥമായിട്ട് റിയൽ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. അടുത്ത അക്സെപ്റ്റ് സെൽഫ് ആൻഡ് അതേഴ്സ്. അക്സെപ്റ്റ് ചെയ്യുക സെൽഫ് ആൻഡ് അതേഴ്സ്. അക്സെപ്റ്റ് സെൽഫ് ആൻഡ് അതേഴ്സ്, അതായത് സ്വയവും മറ്റുള്ളവരെയും അംഗീകരിക്കാനുള്ള കഴിവ്. സ്വയവും മറ്റുള്ളവരെയും അംഗീകരിക്കാനുള്ള ഒരു കഴിവ്. അടുത്തതാണ് പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്. പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്, അതായത് പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു കഴിവ്, പ്രശ്ന പരിഹരണ ശേഷി. പറഞ്ഞ മനസ്സിലായോ എല്ലാ കാര്യങ്ങളും? 5 ഒന്നാമത്തത് ക്രിയേറ്റീവ്, അതായത് സൃഷ്ടിപരമായ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്. അടുത്തത് ഇൻഡിപെൻഡന്റ് തിങ്കിങ്, അതായത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു കഴിവ്. മൂന്നാമത്തത് യാഥാർത്ഥ്യ ബോധം, റിയലിസ്റ്റിക് ആയിട്ട്. അടുത്തത് അക്സെപ്റ്റ് സെൽഫ് ആൻഡ് അതേഴ്സ്, സ്വയവും മറ്റുള്ളവരെയും അംഗീകരിക്കാനുള്ള കഴിവ്. അടുത്തത് പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? പ്രശ്ന പരിഹരണ ശേഷി. ഒന്നാമത്തത് സൃഷ്ടിപരം, ക്രിയേറ്റീവ്. രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രമായ ചിന്ത. മൂന്നാമത്തത് റിയലിസ്റ്റിക്, യാഥാർത്ഥ്യബോധം.
അടുത്തത് അക്സെപ്റ്റ് സെൽഫ് ആൻഡ് അതേഴ്സ്, അതായത് സ്വയം ആൻഡ് മറ്റുള്ളവരെയും അംഗീകരിക്കാനുള്ള കഴിവ്. അടുത്തത് പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്. ഈ ചിന്തകൾ എല്ലാം ഉള്ളൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമുക്കെല്ലാവരും സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു കഥയാണ്. അതിനകത്തൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട് ആ കഥയ്ക്കകത്ത്. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ദൂരെ മരക്കൊമ്പിലിരുന്നൊരു കാക്ക, ബാക്കി നിങ്ങൾ പറ. കുറച്ചുകൂടെ പറഞ്ഞാല് ദൂരെ മരക്കൊമ്പിലിരുന്ന് ദാഹിച്ചു വലഞ്ഞൊരു കാക്ക എന്തോ കണ്ടു? ഒരു കുടത്തിലിട്ട് കലത്തിൽ കല്ല് പെറുക്കി വെള്ളം കുടത്തിനകത്ത് കുറച്ച് വെള്ളം കണ്ട്. അപ്പൊ ആ കാക്കയ്ക്ക് എന്ത് ബുദ്ധി തോന്നി? കല്ലെടുത്തിട്ടാൽ വെള്ളം വരുമെന്ന് തോന്നി. നമ്മൾ ആരെങ്കിലും ഇന്ന് വരെയും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിന് ക്രിയേറ്റീവായിട്ട് തോന്നി, കല്ലെടുത്തിട്ടു. ക്രിട്ടിക്കലായിട്ടും തിങ്ക് ചെയ്തു. ആ കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം പൊങ്ങുമെന്ന്. അത് സ്വതന്ത്രമായിട്ട് ചിന്തിച്ചില്ലേ? മറ്റുള്ളവരെ ആശ്രയിച്ച് ദുഃഖിച്ചിരിക്കാൻ പോയോ? എനിക്ക് വെള്ളമില്ലേ, എനിക്ക് വെള്ളം കിട്ടത്തില്ലേ എന്നോർത്ത് വിഷമിക്കാനൊന്നും പോയില്ല. ആ കിട്ടിയ വെള്ളത്തിനകത്ത് കല്ല് പറക്കിയിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലെ അത് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നു. എനിക്ക് ദാഹിക്കുന്നു എന്നൊരു തിരിച്ചറിവ് അതിനുണ്ടായി. റിയൽ ആയിട്ടുള്ള അതിന് ദാഹിച്ചു. യേശുക്രിസ്തു പറഞ്ഞതുപോലെ, കുരിശിൽ കിടന്ന് പറഞ്ഞ പോലെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കാക്കയ്ക്ക് ദാഹം കാക്ക തിരിച്ചറിഞ്ഞു. അപ്പൊ എന്താ ഇത്? അതിന് റിയൽ ആയിട്ടുള്ള ചിന്തയുണ്ടായി, യാഥാർത്ഥ്യ ബോധം ഉണ്ടായി. പിന്നെ അത് അടുത്ത പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്. പിന്നെ സ്വയം മറ്റുള്ളവരെ അംഗീകരിക്കൽ, അത് ഇതിനകത്തുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ അത് അതിനെ തന്നെ അംഗീകരിച്ചു. എനിക്ക് ദാഹം ഉണ്ടെന്ന് അംഗീകരിച്ചു. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല, ഒന്നും ചെയ്തില്ല. അതെന്തോ ചെയ്തു? പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? കാക്കയ്ക്ക്. അപ്പം കാക്കയുടെ എക്സാമ്പിൾ ഞാൻ ലൈഫ് സ്കില്ല് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ. 10 ലൈഫ് സ്കിൽസ് ഉണ്ട് നമ്മൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകാരോഗ്യ സംഘടനയുടെ ഇതനുസരിച്ച് നമുക്ക് എല്ലാവരും നേടിയെടുക്കേണ്ട ലൈഫ് സ്കില്ലാണ്. അതിനകത്ത് വരുന്ന കാരണങ്ങൾ ഇനി കുറച്ച് കാര്യങ്ങളുണ്ടാകും, അതിപ്പോ ഇവിടെ പറയുന്നില്ല. അപ്പൊ അതിനകത്തുള്ള കാരണങ്ങളാണ് ഇതൊക്കെ. സ്വതന്ത്രമായി ചിന്തിക്കാനും യാഥാർത്ഥ്യബോധവും പ്രശ്ന പരിഹരണ ശേഷി. അതിനകത്തുള്ള പ്രധാന കാരണമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് ശരിയെ തെറ്റ് എന്ന് മനസ്സിലാക്കി ചിന്തിക്കാനുള്ളൊരു കഴിവ്. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ശരിയോ തെറ്റോ എന്ന് അത് ഇതിനകത്ത് വന്നില്ല, അത് ഇതിനകത്തില്ല. അവൻ ആ കാക്കയ്ക്ക് ബുദ്ധിമതിയായ കാക്ക എന്നാണ് അതിനെ നമ്മൾ അങ്ങനെയല്ലേ ഒന്ന് പഠിച്ചിട്ടുള്ളത്. ബുദ്ധിമതിയായ കാക്ക, ക്ലവർ ക്രോ. അപ്പൊ ഇനി കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആരെങ്കിലും ഈ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് ഇച്ചിരി കാര്യങ്ങളൂടെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തിച്ചാണ് കാക്ക കല്ലെടുത്തിട്ട് ഒരു തുള്ളി വെള്ളത്തെ അതിന്റെ ദാഹം മാറ്റാൻ വേണ്ടി അത് ഉപയോഗിച്ചു. അതെന്തെല്ലാം ചിന്തിച്ചു? ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു, സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു, റിയലിസ്റ്റിക് ആയിട്ട് അതിന്റെ ദാഹത്തെ തിരിച്ചറിഞ്ഞു, പ്രശ്നം പരിഹരിച്ചു. കാക്ക സന്തോഷത്തോടെ കാക്ക പറന്നങ്ങ് പോയി. അങ്ങനെ LKG-യിലൊക്കെ പഠിപ്പിക്കുമ്പോൾ കഥ പറഞ്ഞു കൊടുക്കുന്നില്ലേ? കാ പറന്നങ്ങ് പോയി. ഓക്കെ, ഇനി നമ്മൾ ഈ തിയറിയുടെ ഗുണങ്ങൾ എന്താണെന്ന് പഠിക്കാം. നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ സ്വയം കഴിവ് നേടിക്കഴിയുമ്പോൾ, നമ്മൾ സ്വയം സാക്ഷാത്കാരത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ചിന്തകളൊക്കെ നമുക്കുണ്ടായിരിക്കും. നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ സെൽഫ് നേടി, ഐഡിയൽ സെൽഫ് നേടി, റിയൽ സെൽഫ് നേടി. അതൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റും, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റും. പലപ്പോഴും യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ പല പ്രശ്നങ്ങൾ. നമ്മള് ആത്മീയതയുടെ യഥാർത്ഥ തലങ്ങളിൽ ലാസ്റ്റ് തലത്തിലോട്ടൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ വരാറുണ്ട്. നമ്മൾ പലപ്പോഴും ആലോചിച്ചു, നമ്മൾ പ്രാർത്ഥനയും ഒരുപാട് നമ്മള് പള്ളിയിലും ഒക്കെ പോയി ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, അത് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു ആ എനർജി. അതല്ല, ഒരു ദിവസം നമ്മളിപ്പോ പള്ളിയിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ആ ഒരു ആത്മീയതയുടെ
തലം നമ്മളിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നല്ല, നമ്മള് ദൈവത്തോട് അങ്ങനെ സംസാരിക്കണം എന്നല്ല. നമ്മൾ ബസ്സിലിരിക്കുമ്പോഴായാലും എവിടെ ഇരിക്കുമ്പോഴായാലും ഞാനും ദൈവവുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, അതാണ് ആത്മീയതയുടെ ആ ഒരു തലം. ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് നമുക്ക് എപ്പോ കഴിയുന്നുവോ അപ്പൊ നമ്മൾ ആ ഒരു ആത്മീയതയുടെ വേറൊരു തലത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒന്നും ഇങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടും. ഞാൻ പലപ്പോഴും ദൈവത്തോട് വഴക്കാണ് കൂടാറുള്ളത്. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലാണ് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നത്. അങ്ങനെ വേണം. അതിപ്പോ അവിടെ ഇരുന്ന് ഇപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന പോലെ അതിന്റെ മുഖവരകളോ അല്ലെങ്കിൽ കൺക്ലൂഷനുകളോ ഒന്നുമില്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് അങ്ങ് സംസാരിക്കാറുണ്ട്. നമ്മള് ആ ഒരു തലത്തിലോട്ട് മാറാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ കൂട്ടായ്മയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയമായിട്ട് അല്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഞാനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ആത്മീയതയുടെ തലം. അതെ അതെ. അന്നേരമൊക്കെ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നമ്മൾ നേടിക്കഴിയും. ഇനി അടുത്ത സ്ട്രെങ്ത്സ് ഓഫ് ഹ്യൂമാനിസ്റ്റിക് തിയറി. നമ്മൾ ഈ പഠിച്ച തിയറിയുടെ സ്ട്രെങ്ത്സ്, അതായത് ഗുണങ്ങൾ. സ്ട്രെങ്ത്സ് ഓഫ് ഹ്യൂമാനിസ്റ്റിക് തിയറി, ഗുണങ്ങൾ. Strength of humanistics of theory. ഒന്നാമത്തതാണ് ഫോക്കസ് ഓൺ ഹ്യൂമൻ പൊട്ടൻഷ്യൽ. ഫോക്കസ് ഓൺ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, അതായത് മനുഷ്യന്റെ കഴിവുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു തിയറിയാണിത്. ഫോക്കസ് ഓൺ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, മനുഷ്യന്റെ കഴിവുകൾക്ക് പ്രാധാന്യം നൽകും. മനുഷ്യന്റെ കഴിവുകൾക്ക് പ്രാധാന്യം നൽകും. രണ്ടാമത്തത് ഒരു പോസിറ്റീവ് സമീപനം, അതായത് പോസിറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം. മനുഷ്യനെ പോസിറ്റീവായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടെയും കാണുന്ന ഒരു തിയറിയാണ് പോസിറ്റീവ് സമീപനം. അടുത്തതെന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞോ? മനസ്സിലായോ? മൂന്നാമത്തത് ഈ പേഴ്സണാലിറ്റി തിയറി കൗൺസിലിംഗിൽ വളരെയധികം പ്രയോജനകരമാണ്, അതായത് യൂസ്ഫുൾ ഇൻ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി. അത് ഏത് ഭാഗമാണ് കൗൺസിലിംഗിൽ വളരെ പ്രയോജനം ചെയ്യുന്നത് മനസ്സിലായോ? അതായത് സ്വയം സാക്ഷാത്കാരം നേടിയ വ്യക്തിയുടെ ഗുണങ്ങൾ. നമ്മളിപ്പോ ഒരു കാക്കയുടെ കാര്യം എക്സാമ്പിൾ പറഞ്ഞില്ലേ? കൗൺസിലിംഗിൽ വളരെ പ്രയോജനകരമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ തിയറിയുടെ പ്രാധാന്യം അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞു, കൗൺസിലിംഗിൽ ഇത് വളരെയധികം പ്രയോജനകരമാണെന്ന്. അതെങ്ങനെ പ്രയോജനപ്പെടുത്തു എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ തൊട്ടു മുന്നേ ചിന്തിച്ചില്ലേ, ക്രിയേറ്റീവ് ആണ്, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റും, യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നു, സ്വയവും മറ്റുള്ളവരെ പ്രശ്ന പരിഹരണ ശേഷി. ഒരു കൗൺസിലിങ്ങിന് വരുന്ന ആൾക്ക് ചിലപ്പോൾ ഈ ഗുണങ്ങളൊന്നും ഇല്ലെന്നല്ല, ഈ എല്ലാ ഗുണങ്ങളും ചിലപ്പോൾ ഇതിനകത്ത് ചില ഗുണങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരുടെ സ്വഭാവത്തിൽ ആ ഒരു പ്രശ്നം വന്നിട്ട് നമ്മളെ കാണാൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? അവരെ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് കൗൺസിലിംഗിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപദേശമല്ല കൊടുക്കുന്നത്, നമ്മൾ അവർക്ക് എന്താ പറയണ്ടേ, അവർക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ ഇതുപോലെ ചെയ്യാനല്ല നമ്മൾ ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുകയാണ്. നീ ഇങ്ങനെ പോയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെ നീ ഇന്ന വഴിയെ പോകുന്നതാണ് നല്ലത് എന്നല്ല നമ്മൾ കൗൺസിലിംഗിൽ ചെയ്യുന്നത്. നീ ഇങ്ങനെ പോയാൽ നന്നായിരിക്കും എന്നൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ അപ്പൊ അവരെന്ത് ചെയ്യും? സൃഷ്ടിപരമായിട്ട് ചിന്തിക്കും, യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും, സ്വയവും മറ്റുള്ളവരെയും. ആ വ്യക്തിയുടെ കയ്യിൽ ചിലപ്പം ചില കുറവുകൾ ഉണ്ടായിരിക്കാം, അപ്പൊ അത് അംഗീകരിക്കാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ എന്റെ വീഴ്ച അംഗീകരിക്കും. ഇങ്ങനെ അതുപോലെ
മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള പ്രശ്നമാണല്ലോ കൗൺസിലിംഗിൽ. ഇപ്പൊ നമ്മൾ ഫാമിലി കൗൺസിലിംഗ് നടത്തുമ്പോൾ മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാനുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കും. അതുപോലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് അവർ നേടിയെടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്കത് അവരുടെ പ്രശ്നത്തെ അവർ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചെങ്കിലേ നമുക്ക് കൗൺസിലിംഗ് നടത്തുമ്പോൾ പ്രയോജനപ്പെടുത്തും. അതാണ് കൗൺസിലിംഗിൽ ഈ തിയറി വളരെ പ്രയോജനകരമെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചില പരിമിതികളുണ്ട്. അതായത് ഒന്നാമത്തെ പരിമിതി, ഇത് ശാസ്ത്രീയമായി അളക്കാൻ ബുദ്ധിമുട്ടാണ്. നോട്ട് സയന്റിഫിക്. ഇപ്പൊ നമുക്ക് ഒരാളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളും അയാളുടെ ചിന്തകളെ ഒന്നും നമുക്ക് അയാൾ റിയലിസ്റ്റിക് ആയിട്ടാണോ ചിന്തിക്കുന്നതെന്നൊന്നും നമുക്ക് അളന്നെടുക്കാനൊന്നും പറ്റത്തില്ല. അതിന് നമുക്ക് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനൊന്നും പറ്റുക. പിന്നെ ആശയങ്ങൾ വ്യക്തമാക്കാൻ പ്രയാസം. എല്ലാവരുടെയും ആശയങ്ങളൊന്നും നമുക്ക്, ഒരു മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ തിരമാല പോലെ, കടലിലെ തിരമാല പോലെ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇരുന്ന് പഠിപ്പിക്കുന്നെങ്കിൽ എന്റെ മനസ്സ് എവിടാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റൂല്ല. നിങ്ങളുടെ മനസ്സ് എവിടാണെന്ന് എനിക്കും അറിയാൻ പറ്റത്തില്ല. അതാ പറഞ്ഞത്, നമുക്ക് ആശയങ്ങളൊക്കെ അവരുടെ മനസ്സിലിരിക്കുന്ന ആശയങ്ങളെയും ആരെയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പിന്നെ അതുപോലെ അൺകോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മളിപ്പോ കൂടുതൽ ഈ തിയറിയിൽ പഠിച്ചത് കോൺഷ്യസ് മൈൻഡ്, അതായത് ആദ്യമേ നമ്മൾ പഠിച്ച് ബോധമുള്ള ചിന്തകളുടെ പെരുമാറ്റമാണെന്താ പറഞ്ഞ നമ്മൾ ഈ തിയറിക്കകത്ത് പഠിച്ചത്. പക്ഷെ അൺകോൺഷ്യസ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ പെരുമാറാറുണ്ട്, അൺകോൺഷ്യസ് ആയിട്ട് പ്രവർത്തിക്കും. അതിനെക്കുറിച്ചൊന്നും ഇത് ഈ തിയറിയിൽ പ്രതിപാദിച്ചിട്ടില്ല. 5 പേരേ ഉള്ളോ പഠിക്കും? ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കൗൺസിലിംഗിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിംഗിൽ തന്നെ പല തരത്തിലുള്ള തെറാപ്പികളുണ്ട്. പേഴ്സൺ സെന്റേർഡ്, അതായത് ക്ലൈന്റ് സെന്റേർഡ് ഉണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഫാമിലി സെന്റേർഡ് ആയിട്ടുള്ള തെറാപ്പികൾ ഒരുമിച്ച് വന്നിരിക്കുന്നതുകൊണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട്, അങ്ങനെ പല പല തിയറികളുണ്ട്, തെറാപ്പികളുണ്ട്. അപ്പൊ ഒന്നാമത് ക്ലൈന്റ് ആ വ്യക്തിക്ക് കേന്ദ്രീകരിച്ച്, ആ വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ അവർക്ക് തെറാപ്പി കൊടുക്കുമല്ലോ, ഒരു ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, അതാണ് ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി. ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി. അപ്പൊ അതിനകത്ത് നമ്മൾ തെറാപ്പിസ്റ്റ് എന്തോ ചെയ്യണം, കൗൺസിലർ അവരോട് സഹാനുഭൂതി, അതായത് എമ്പതി, യഥാർത്ഥ അംഗീകാരം, ജെന്യൂനെസ്, അക്സെപ്റ്റൻസ് ഒക്കെ നമ്മൾ കാണിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ തിയറി ഒരു ക്ലൈന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ കൗൺസിലിംഗിൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, നിബന്ധനകളില്ലാതെ അംഗീകരിക്കണമെന്നും. നിബന്ധനകളില്ലാതെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ കൗൺസിലിങ്ങിന് വരുമ്പം ആദ്യമേ അവർ ആരെങ്കിലും റെഫർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പൊ നമ്മുടെ ചർച്ചിലുള്ള ഒരാൾ പറയാണ്, പാസ്റ്ററെ അല്ലെങ്കിൽ സിസ്റ്ററെ, ഇന്നൊരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഇന്നൊരാളുണ്ട്, അവരുടെ വീട്ടിൽ ഇച്ചിരി പ്രശ്നമുണ്ട്, അതിന് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദിക്കും എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോ അവർ ഇച്ചിരി മസാല കൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയും. അപ്പൊ നമ്മുടെ മനസ്സിലില്ല, മസാല മനസ്സിലിരിപ്പുണ്ട്. അവരുടെ വീട്ടിൽ വഴക്കായിരുന്നെന്നോ, അല്ലെങ്കിൽ ആ കൊച്ചു രൂപ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നോ, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ആയിരുന്നോ, അല്ലെങ്കിൽ അവരിങ്ങനെ ആയിരുന്നുള്ള മനസ്സിൽ നമ്മുടെ കിടപ്പുണ്ട്. നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചോണ്ടാണ് ഇവര് പറയുമ്പോ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ മനസ്സിലിരിക്കുന്ന ഇതാ, എനിക്കറിയാം നീ ഇതൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനെയെല്ലാം അങ്ങ് മറന്നിട്ട് ഈ വ്യക്തി പറയുന്നതിനെ നിബന്ധനകളില്ലാതെ അംഗീകരിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരോട് എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരെ യഥാർത്ഥത്തിൽ അംഗീകരിക്കാനും അവരോട് സഹാനുഭൂതിയോടുകൂടി പ്രതികരിക്കാൻ, അവർ പറയുന്നതിന് നല്ല റെസ്പോൺസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് കൗൺസിലിംഗിൽ എന്ന് പറഞ്ഞാൽ, കൗൺസിലിംഗിൽ ഒരിക്കലും നമ്മൾ മുൻവിധിയോടുകൂടി ആ വ്യക്തിയോട് പെരുമാറണം.
പ്രീ യെസ്. ജഡ്ജ്മെന്റ് ഒരിക്കലും പാടില്ല. നമ്മൾ ഈ തിയറിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഹ്യൂമാനിസ്റ്റിക് തിയറി സി ഹ്യൂമൻസ് ആസ് പോസിറ്റീവ് ഗ്രോയിങ് ബീയിങ്സ് സ്ട്രൈവിംഗ് ടു റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. അതായത് മനുഷ്യനെ അവന്റെ വളരുന്ന കഴിവുകൾ നിറഞ്ഞ ഒരു മികച്ച ജീവിതത്തിലേക്ക് മുന്നേറുന്ന വ്യക്തിയായിട്ട് നമ്മൾ കാണണം. അതായത് അവന്റെ കഴിവുകളെ ഒരു മികച്ച കഴിവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തിയായിട്ട് മനുഷ്യരെ കാണണം. പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ കഴിവുകളെ അംഗീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മൾ കണ്ടായി നമ്മൾ ഈ സബോർഡിനേറ്റ്സും മേലധികാരികളുള്ള പ്രശ്നം. ഈ മേലധികാരിയൊക്കെ ഇച്ചിരൂടെ കഴിവുള്ളവരാണ് തന്റെ താഴെയുള്ള സ്റ്റാഫ് എങ്കിൽ ചില മേലധികാരികൾക്ക് ആ താഴെയുള്ള സ്റ്റാഫിനെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വെച്ചാൽ ഇതിന് എന്നെക്കാളും മിടുക്കനായി പോയാലോ എന്നുള്ളൊരു പ്രശ്നമില്ലേ. എന്നാൽ ചിലർ അങ്ങനല്ല, അവൻ മിടുക്കനാണ്, അവന് നല്ല കഴിവുണ്ട്, അവരെയും കൂടെ അംഗീകരിക്കാമെന്ന് വിചാരിക്കുന്ന മേലധികാരികളും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഹ്യൂമാനിസ്റ്റിക് തിയറിയിൽ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ അവന്റെ കഴിവുകൾ, അവന്റെ വളരുന്ന കഴിവുകളോടുകൂടി നിറച്ച് അവനെ ഒരു മികച്ച ജീവിതത്തിലേക്ക് മുന്നേറുന്ന വ്യക്തിയായിട്ട് നമ്മൾ കാണണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അതുപോലെ കാണണം. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ അടുത്ത് വരുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, കഴിവില്ല, അതുപോലെ കമ്പയർ ചെയ്യും. അതൊന്നുമല്ല, എല്ലാവർക്കും നല്ല കഴിവുകളുണ്ട്. ഒരു വ്യക്തിയായിട്ട് കണ്ട് എല്ലാവരെയും, കൊച്ചു കുട്ടിയെ തൊട്ട് 90 വയസ്സുള്ള അപ്പച്ചനെ വരെ എന്തോ ചെയ്യണം, അപ്പച്ചൻ ഇനിയും ജീവിതത്തിൽ മുന്നേറാനുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പെരുമാറണം. നമ്മൾ പ്രായമായവരോട് എന്തോ പെരുമാറുന്ന പലപ്പോഴും ഇനി മിണ്ടാതെ അവിടെ കാണാൻ ഇരുന്നാ പോരെ, വല്ലതും ഒക്കെ തരുന്നത് കഴിച്ച് ആർക്ക് ശല്യമൊക്കെ ഉണ്ടാകാതെ അവിടെ ഇരുന്നാ പോരെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവർക്ക് 100 ഐഡിയകൾ കാണും അവരുടെ മനസ്സിൽ. പക്ഷെ നമ്മൾ അന്നേരം അവരുടെ ഐഡിയകളെ മൈൻഡ് ചെയ്യത്തില്ല. അതുപോലെയാണ് കൊച്ചുകുട്ടികളാന്ന് പറഞ്ഞാൽ അവർക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഈ മിഡിൽ ഏജുകാർക്ക് ഒരു തോന്നലുണ്ട് നമ്മളെ പോലെ മിടുക്കരി ലോകത്താരും ഇല്ല. നമ്മൾ പറയുന്നതാണ് ശരി. നമ്മൾ എന്താ ചെയ്യണം, ഈ തിയറിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും അംഗീകരിച്ച് എല്ലാവർക്കും കഴിവുള്ളവരാണെന്ന് പോസിറ്റീവായിട്ടുള്ള സമീപനത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ നോട്ട് ഇട്ടേക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്തൊരു തിയറി കൂടെ ഉണ്ട്, അത് തുടങ്ങുന്നില്ല, തുടങ്ങിയാൽ തീരത്തില്ല. അതെ, അപ്പൊ അടുത്ത ആഴ്ച മതി. അത് അടുത്ത ആഴ്ച മതി, തുടങ്ങിയാൽ തീരത്തില്ല. ഞാൻ ആ നോട്ടും കൂടെ ഞാൻ ഇട്ടേക്കാം ഇതിനകത്ത്. അപ്പൊ നിങ്ങൾ അടുത്ത ആഴ്ച പഠിച്ചിട്ട് വരിക. അപ്പൊ ഒരു ടാസ്ക് ആവുമല്ലോ. അപ്പൊ പഠിപ്പിക്കുമ്പോ ആ തിയറിയുടെ നോട്ട് കൂടെ ഞാൻ ഇട്ടേക്കാം. അടുത്ത തിയറി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് തിയറി. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന PDF-നകത്ത് ഹ്യൂമാനിസ്റ്റിക് തിയറി എന്ന് പറഞ്ഞാണ് PDF-നകത്ത് കിടക്കുന്നതെങ്കിലും അതിനകത്ത് കഴിഞ്ഞ ദിവസത്തെ ബിഹേവിയറൽ തിയറിയും സോഷ്യൽ ലേണിംഗ് തിയറിയും അതിന് മുന്നത്തെ സൈക്കോ സോഷ്യൽ തിയറിയുടെയും നോട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ പഠിച്ച ഹ്യൂമാനിസ്റ്റിക് തിയറിയുടെയും അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രേറ്റ് തിയറിയുടെയും നോട്ടുണ്ട്. ആദ്യത്തെ സൈക്കോ അനലിറ്റിക് തിയറി ഞാൻ നോട്ട് തന്നെയാണ്, അത് വേർഡിലാ തന്നെ. ഇനി PDF ആയിട്ട് തരണമെങ്കിൽ അത് ഞാൻ ഒന്നുകൂടെ തരാം. ഇന്നിപ്പോ ഇത്രയും കാര്യങ്ങളുടെ നോട്ട് ഒരുമിച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത്. 2 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനു മുമ്പുള്ള ആ 2 ക്ലാസ്സിന്റെ ആ നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ അത് ഒന്നുകൂടി ഇട്ടേക്കാം. ഒന്നുകൂടി ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ അപ്പൊ വൈൻഡപ്പ് ചെയ്യില്ലേ? ഓക്കെ ഓക്കെ. എന്നാ പാസ്റ്റർ ഉണ്ടോ ഇല്ലയോ നമ്മുടെ ഡയറക്ടർ? അപ്പൊ ശരി, എന്നാ എല്ലാവർക്കും ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. സുരേഷ് പ്രാർത്ഥിക്കട്ടെ.